ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. ഇന്നെല്ലാവരും നാമജപത്തിലായിരിക്കില്ലേ? അപ്പോൾ തോന്നുക എന്താ ഇന്ന് വിശേഷമെന്ന്. ഇന്നത് വല്ല പ്രത്യേക ദിവസവുമാണോ നാമജപത്തിന് എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. ഇന്ന് മുതൽ നമുക്കൊരു ചിട്ട ഉണ്ടാക്കി വയ്ക്കാം. ഞാൻ ഇന്ന് രണ്ട് മന്ത്രങ്ങൾ ഇപ്പോൾ പലപ്പോഴും പറഞ്ഞത് തന്നെ, അത് വീണ്ടും ഞാൻ ഇപ്പോൾ ആവർത്തിച്ച് ചൊല്ലും. അതിലേതെങ്കിലും ഒരു മന്ത്രം എല്ലാ ദിവസവും ജപിക്കണം. അതെല്ലാ ദിവസവും രാവിലെ എനിക്ക് ഓർമ്മിപ്പിക്കാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ഓർമ്മിപ്പിക്കുന്നതായിട്ട് തന്നെ സങ്കല്പിച്ച് ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു മന്ത്രം സ്വന്തമാക്കി അത് ജപിക്കുക. അതിന് ഒരു ഏകാദശി വ്രതമോ അല്ലെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട ദിവസമോ ഒന്നും വരേണ്ട ആവശ്യമില്ല. എല്ലാ ദിവസവും ഭഗവാനെ ഓർത്തുകൊണ്ട് ഇതിലേതെങ്കിലും ഒരു മന്ത്രം ഉരുവിട്ടുകൊണ്ടിരിക്കുക. എന്തിനാ ഇങ്ങനെ ഉരുവിടുന്നേ? നമ്മളിലിരിക്കുന്ന ആ ക്ലാവ്, ആ അഴുക്ക്, കറുപ്പ്, ആ കറയൊന്ന് കഴുകുക. ദിവസവും മന്ത്രങ്ങളിലൂടെ കഴുകുക. അങ്ങനെ കഴുകി നമ്മൾ നല്ല ശുദ്ധ സ്ഫടികമായി മാറും. അപ്പോൾ നമ്മിൽ തന്നെ ഭഗവാൻ പ്രകാശിച്ച് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയുള്ള ആ ഒരു മനസ്സ്, അങ്ങനെയുള്ള ഒരു ജീവിതം, ഒരു ആത്മാവ്, തെളിച്ചമാർന്ന തേജസ്സുറ്റ ആത്മബോധത്തോടു കൂടിയുള്ള ഒരു ജീവിതം ആഗ്രഹിക്കുക എന്ന ഓരോരുത്തരും ചെയ്യേണ്ടതാണിത്. അതുപോലെ തന്നെ ജീവിത ക്ലേശങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അതല്ല, എനിക്കിത് മതി, ഇനി എനിക്ക് ജീവിക്കണ്ട, ജീവിതത്തിലെ ആഗ്രഹങ്ങൾ ഏകദേശമൊക്കെ തീർന്നു, മക്കളും ചെറുമക്കളും ഒക്കെ ഒരു പരുവമായി, ഇനി എനിക്ക് പ്രത്യേകിച്ച് കർമ്മങ്ങളൊന്നും ഇവിടെ അനുഷ്ഠിക്കാനില്ല എന്ന് തോന്നുന്ന, അങ്ങനെ ചിന്തിക്കുന്നവരും ഉണ്ടാകും. എത്ര ജീവിച്ചാലും മതി വരാതിരിക്കുന്നവരല്ലേ കൂടുതലുള്ളത്. അപ്പോൾ ജീവിത ക്ലേശങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, എനിക്ക് വയ്യ, ഇനി ഈ ജീവിതമൊന്നും എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വയ്യ, എനിക്കിത് മതി, എനിക്ക് മതിയായി എന്നൊക്കെ നമ്മൾ വിഷമം വരുമ്പോൾ പറയില്ലേ? അപ്പോൾ നമുക്ക് ആ പ്രാരാബ്ധ ദുഃഖങ്ങളിൽ ഇങ്ങനെ കിടന്ന് വലയുന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ മതിയായി എന്ന് തോന്നുന്നത്. അല്ല, ജീവിതം മതിയായിട്ടാണോ നമ്മളത് പറയുന്നത്? അല്ലല്ലോ. നമുക്ക് വയ്യ ഇത് വലിച്ചുകൊണ്ട് പോകാൻ എന്ന് തോന്നുമ്പോഴാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെ പറയുന്നവർക്കും അങ്ങനെ ചിന്തിക്കുന്നവർക്കും ഉള്ളിൽ ആഗ്രഹങ്ങളുണ്ടാകും. അതുപോലെ തന്നെ ആ ആഗ്രഹങ്ങൾ എന്തുണ്ടോ അത് ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കണം. ആ ആഗ്രഹങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് എനിക്ക് മായയിൽ നിന്ന് മോചനം തരണേ, എനിക്ക് മുക്തിമാർഗം ഉപദേശിച്ച് തരണേ, എനിക്ക് ജ്ഞാനമാർഗം തെളിയിച്ച് തരണേ എന്നൊന്നും ആവശ്യപ്പെടണ്ട ഭഗവാനോട്. നമ്മൾ അന്നേരത്തെ ദുഃഖം കൊണ്ടാണ് എനിക്ക് ജീവിതം മതി, മടുത്തു എന്നൊക്കെ തോന്നുന്നത്. എങ്കിലും നമ്മുടെ കയ്യിൽ ബാക്കി കർമ്മങ്ങൾ ഉണ്ടാകും. നമുക്ക് ആഗ്രഹങ്ങൾ പലതും ഉണ്ടാവും. ആ ആഗ്രഹങ്ങളെല്ലാം മൂടി വെച്ചിട്ട്, അല്ലെങ്കിൽ ഭഗവാനിലേക്ക് വരുവാൻ ആഗ്രഹമൊന്നും പാടില്ല എന്നൊക്കെ തെറ്റിദ്ധരിച്ച് എനിക്ക് മോചനം തരണേ, ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിക്കണേ എന്നൊന്നും പ്രാർത്ഥിക്കണ്ട ദേവിയോടും ഭഗവാനോടും. എന്താണോ ആഗ്രഹങ്ങളുള്ളത്, പ്രിയപ്പെട്ട ഓരോരുത്തരുടെയും ഉള്ളിൽ ഓരോ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടാകും. അതെല്ലാം നമ്മുടെ ജെനുവിനായിട്ടുള്ള ജീവിതത്തിന് വേണ്ട കാര്യങ്ങളാണെങ്കിൽ, അല്ലാതെ അന്തമില്ലാതെ ആഗ്രഹം കൊണ്ടിരിക്കരുത്. എനിക്ക് ഒരുപാട് പണം സമ്പാദിക്കണം, ഒരുപാട് ലക്ഷറീസ് ആയിട്ട് ജീവിക്കണം, എൻ്റെ മക്കളെല്ലാം ഇന്നതൊക്കെ ആയി തീരണം, ഞാൻ അയൽപ്പക്കത്തുള്ള വലിയ സംഭവങ്ങളൊക്കെ ആയിട്ട് ജീവിക്കുന്നവരെക്കാളും മെച്ചപ്പെട്ട ജീവിതം എനിക്ക് കിട്ടണം, ഇങ്ങനെയുള്ള മെറ്റീരിയലായിട്ടുള്ള ദുർമോഹങ്ങൾ കൊണ്ട് ഇരിക്കുന്നവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. അല്ലാതെ നമുക്ക് സ്വാഭാവികമായിട്ടും ജീവിതത്തിന് അത്യാവശ്യമുള്ള ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അത് സാധിക്കാൻ ആഗ്രഹിക്കുന്നവർ അത് ഭഗവാനോട് പറയുക തന്നെ വേണം. അത് ദേവിയുടെ മുന്നിലും അവതരിപ്പിക്കണം. ആ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ട് മാത്രമേ ഈ മായയിൽ നിന്നൊരു മോചനം ഉണ്ടാവുകയുള്ളൂ. ഇല്ലെങ്കിൽ, ഇത് ഞാൻ പറയുന്നതിന് കാരണം, എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ വീണ്ടും ഭഗവാനിലേക്ക് വന്നിട്ട്, ഭഗവാനെ എനിക്ക് പൂർണ്ണമായ മോചനം തരണേ, മുക്തി തരണേ, എനിക്ക് ഒന്നുമായിട്ടൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാകാൻ പാടില്ലേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിച്ച് തുടങ്ങിയാലും, ഭഗവാൻ ഏകദേശമൊക്കെ കുറേ പ്രാർത്ഥിക്കുമ്പോൾ ദേവിയും ഭഗവാനും ഒക്കെ അതുപോലെ നമുക്കൊരു വൈരാഗ്യത്തിൻ്റെ ഒരു അവസ്ഥ കൊണ്ടുതരും, ഒരു വിരക്തിയുടെ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കും. പക്ഷേ എങ്കിലോ
വീണ്ടും മറ്റേതെങ്കിലും ഒരു സാഹചര്യം നമ്മൾ ആഗ്രഹിച്ച ജീവിതത്തിൻ്റെയോ അല്ലെങ്കിൽ ആഗ്രഹിച്ച കാര്യങ്ങളെ പോലെയോ ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ മനസ്സ് അവിടേക്ക് പായും. അപ്പോൾ നമുക്കൊരു നഷ്ടബോധം, അയ്യോ ഇപ്പോഴേ എനിക്കിതൊന്നും വേണ്ടായിരുന്നു, എൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷം മതിയായിരുന്നു എന്നൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. മനസ്സവിടെ ചഞ്ചലപ്പെടുകയും പിന്തിരിഞ്ഞു പോവുകയും ചെയ്യും. എത്രയോ സ്റ്റെപ്പുകൾ മുന്നോട്ട് പോയാലും ആ സ്റ്റെപ്സിൽ നിന്നൊക്കെ താഴേക്ക് ഇറങ്ങി വീണ്ടും നമ്മൾ പഴയ ജീവിതത്തിലേക്ക് വരും. അതാണ് മായാബന്ധനമെന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് മോചനം കിട്ടണമെങ്കിൽ നമ്മളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് തന്നെ പോകണം. അങ്ങനെ പോകുമ്പോഴാണ് അതിൻ്റെ ഒരു സാഫല്യം. നമ്മൾക്ക് ഒന്ന് കണ്ടാലും എന്തനുഭവം ഉണ്ടായാലും എന്തൊക്കെ കണ്ടാലും കേട്ടാലും നമ്മളിത് അനുഭവിച്ചതല്ലേ, ഇതിൻ്റെയൊക്കെ സുഖം ഇത്രയല്ലേ ഉള്ളൂ, നമ്മൾ ഇതിലൂടെയൊക്കെ കടന്നു പോയതല്ലേ, ഇതിൽ നിന്ന് ഇനി നമുക്ക് ഭ്രമമൊന്നും ഉണ്ടാവുകയില്ല, നമ്മെ ഭ്രമിപ്പിക്കാൻ തക്ക യാതൊന്നും ഇതിലില്ല എന്ന ബോധം വേണമെങ്കിൽ നാം അത് അനുഭവിച്ച് നമുക്കത് സാക്ഷാത്കാരം നടത്തിയിട്ടേ അത് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരികയുള്ളൂ. അല്ലാതെ ആഗ്രഹങ്ങളൊക്കെ എന്നെ പൂർത്തീകരിക്കാതെ, എന്നെ കേൾക്കുന്ന ചെറുപ്പമായിട്ടുള്ളവരും മധ്യവയസ്കരും പ്രായമുള്ളവരും ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഓരോരുത്തരുടെയും ലെവലിൽ അവർക്ക് അവരുടേതായ ജീവിതത്തിന് പല ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ ഉണ്ടാകും. അതെല്ലാം പൂർത്തീകരിക്കുവാൻ വേണ്ടിയിട്ട് വേണം ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ പിന്നെയും ആഗ്രഹങ്ങളുടെ പിന്നാലെ പോകരുത്. അതാ ഞാൻ ആദ്യം പറഞ്ഞേ, നമുക്ക് അത്യാവശ്യമുള്ള ആഗ്രഹങ്ങളാണെങ്കിൽ അത് ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കാം. ഇത് സാധാരണ ലെവലിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഭഗവാന്റെ മുന്നിൽ ഇനി എനിക്ക് ഭഗവാനല്ലാതെ മറ്റാരും എൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനില്ല, എനിക്ക് ആരും വേറെ ആശ്രയമില്ല. ഭഗവാന്റെ അടുക്കൽ നിന്ന് കിട്ടുന്ന ആ ഒരു ആശ്രയത്വം, ആ ഒരു കരുതൽ, സ്നേഹം എല്ലാവരും ഉപേക്ഷിച്ചു പോയാലും എൻ്റെ ഹൃദയം അറിയുന്ന എൻ്റെ ഭഗവാൻ, ആ ഭഗവാനിൽ നിന്ന് കിട്ടുന്ന ആ കാരുണ്യവും സ്നേഹവും കരുതലും അത് കിട്ടാൻ ആഗ്രഹിക്കുന്നവർ ഭഗവാനിൽ തന്നെ ശരണമടയണം. ഭഗവാന്റെ പത്മപാദങ്ങളിൽ തന്നെ ആശ്രയം കണ്ടെത്തണം. അങ്ങനെയുള്ളവർക്ക് ഭഗവാൻ തന്നെയാണ് ഏക ആശ്രയം. നമ്മുടെ ഹൃദയം അറിയുവാൻ ഏതൊരു വ്യക്തിയെക്കാളും, ഞാനിത് എപ്പോഴും പറയുന്നതാണ്, ഏതൊരു വ്യക്തിയോടും നമ്മുടെ ഹൃദയവേദന നമ്മൾ പറഞ്ഞു കേൾപ്പിക്കണം. അല്ലെങ്കിൽ നമ്മുടെ മുഖം മങ്ങിയിരിക്കുന്ന കാണുമ്പോൾ പലരും ചോദിക്കും, എന്തു പറ്റി മുഖം വല്ലാതെ ഇരിക്കുന്നല്ലോ എന്നൊക്കെ. അത് നമ്മളോട് ഏറ്റവും അടുപ്പമുള്ളവരേ ഉള്ളൂ. നമ്മളുടെ ഫേഷ്യൽ എക്സ്പ്രഷനൊക്കെ ദിവസവും ശ്രദ്ധിക്കുകയും നമ്മളെ നിരന്തരം വാച്ച് ചെയ്യുന്നവരുമൊക്കെ മാത്രമേ ഉള്ളൂ അവർക്ക് അങ്ങനെ മനസ്സിലാകുന്നത്. അല്ലാതെ അങ്ങനെയുള്ളവർ എത്ര പേരുണ്ടാകും? അല്ലാതുള്ളവർക്ക് നമ്മളുടെ പ്രശ്നങ്ങൾ പറഞ്ഞാലല്ലേ അറിയൂ. ആ പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് അതിൻ്റെ സൊല്യൂഷൻ എന്തെങ്കിലും നമുക്ക് തരാൻ കഴിയുമോ? അവരത് കേട്ട് വിഷമിക്കും. അല്ലെ അത് ഇന്ന പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് മറ്റൊരാളോട് ഷെയർ ചെയ്യും. പക്ഷെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് അതിൻ്റെ പൂർത്തീകരണം വല്ലതും നടക്കുന്നുണ്ടോ അവിടെ? ഇല്ല. ആ പ്രശ്നം അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തെ മഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരോടും പറയാൻ കഴിയാത്ത, ആരോട് പറഞ്ഞാലും സാധിക്കാൻ കഴിയാത്ത എത്ര പ്രശ്നങ്ങൾ ഉള്ളിൽ ഇരുന്ന് നീറുന്ന എത്രയോ മനുഷ്യരുണ്ട്. ഇവരാരും ഭഗവാനെ തിരിച്ചറിയുന്നില്ല. ഭഗവാനോട് ആ ഹൃദയവേദന ഒന്ന് പങ്കുവയ്ക്കൂ. ഭഗവാന്റെ ആ പാദങ്ങളിലേക്ക് മുഖം ചേർത്ത് വെച്ച് ഒന്ന് പൊട്ടിക്കരയൂ. ആ വേദനകളൊക്കെ അവിടെ നിന്ന് ഇറക്കി വയ്ക്കൂ. ആരൊക്കെ അവഗണിച്ചിട്ടുണ്ടെങ്കിലും, ആരെല്ലാം നമ്മളെ തള്ളി പറഞ്ഞിട്ടുണ്ടെങ്കിലും, ആരുടെയൊക്കെ പരിഗണന നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിലും, നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ ആവശ്യങ്ങളും ആരും അറിയുന്നില്ലെങ്കിലും അത് ഭഗവാന്റെ മുന്നിൽ ഇറക്കി വയ്ക്കൂ. ഭഗവാൻ അതിലൊരു പോംവഴി ഉടൻ ഉണ്ടാക്കും. നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. ഇങ്ങനെയൊരു പോംവഴി ഉണ്ടായല്ലോ, ഇതെങ്ങനെ ഉണ്ടായി, ഇതെൻ്റെ ഭഗവാൻ തന്ന മാർഗമാണല്ലോ എന്ന് നമുക്ക് ഉടനടി മനസ്സിലാകും. അങ്ങനെ ഒരിക്കലെങ്കിലും ഭഗവാന്റെ അനുഗ്രഹം സാധിച്ചവർ അല്ലെങ്കിൽ ലഭിച്ചവർ ആ ഭഗവത് സ്നേഹത്തിൽ നിന്ന് വിട്ടുപോവുകയില്ല. പിന്നെയും വിട്ടു പോകുന്നത് നമ്മൾ മറ്റ് മായാബന്ധനങ്ങളിൽ ചെന്ന് പെടുന്നത് കൊണ്ടാണ്. അപ്പോൾ ഭഗവാനെ അനുഭവിച്ചവർ, ആ അനുഗ്രഹം അനുഭവിച്ചവർ എല്ലാവരും ഉണ്ടാകും. ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിച്ചിട്ടുണ്ടാകും. അതിൽ തന്നെ നമ്മൾ ഉറച്ചു നിൽക്കാത്തത് കൊണ്ടാണ് ആ അനുഭവം തുടർന്ന് കിട്ടാത്തത്. നമുക്കൊരു വലിയ ദുഃഖത്തിൽ ഭഗവാൻ നമ്മളെ ഒന്ന് അനുഗ്രഹിച്ചു, വീണ്ടും നമ്മൾ സ്വാഭാവികമായും നമ്മൾ പഴയ പടിയിലേക്ക് എത്തും. പിന്നെയും നമ്മൾ മനുഷ്യരെ തന്നെ ആശ്രയിച്ചുകൊണ്ടിരിക്കും. പിന്നെയും തീരെ ദുഃഖങ്ങളോ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒക്കെ വരുമ്പോഴായിരിക്കും വീണ്ടും ഭഗവാനിൽ ചെന്നെത്തുന്നത്. അപ്പോൾ ഭഗവാൻ നമ്മളെ ശ്രദ്ധിക്കുമോ?
നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളോടൊരു ആവശ്യമെന്ന് പറഞ്ഞു ഒരു വ്യക്തി, അവരുടെ വിഷമഘട്ടത്തിൽ നമ്മളവരെ മനസ്സറിഞ്ഞ് സഹായിച്ചു. പിന്നീട് അവർ നമ്മളെ വഴിയിൽ വെച്ച് കണ്ടാലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കണ്ടാലോ അല്ലെങ്കിൽ നാമുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ പോലുമില്ല, നമ്മെ ശ്രദ്ധിക്കുക പോലുമില്ല. അങ്ങനെ ചെയ്യുന്ന വ്യക്തിക്ക് വീണ്ടും ഒരാവശ്യം വരുമ്പോൾ ഇന്നടത്ത് ചെന്നാൽ അന്ന് എനിക്ക് സാധിച്ചതാണ്, ഇപ്പോഴും അവിടെ തന്നെ ചെല്ലാം എന്ന് പറഞ്ഞ് വീണ്ടും ചെന്നാൽ ആദ്യം കിട്ടിയ പരിഗണന കിട്ടുമോ? നമ്മൾ ഒരുപാട് ആവലാതി പറയുമ്പോഴല്ലേ എന്തെങ്കിലും ഒരു ശ്രദ്ധ വരുത്തുള്ളൂ. ആലോചിച്ച് നോക്കൂ, ഇത് നമ്മളുടെ ജീവിതം തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ വീണ്ടും എന്തെങ്കിലും ഒരുപാട് ആവലാതി പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ചെറിയ സഹായം കിട്ടിയിരിക്കും. അത് മനസ്സോടെ ആയിരിക്കും. ആദ്യത്തെ മനസ്സ് നമ്മൾ തന്നെയാണ് നഷ്ടപ്പെടുത്തിയത്. അതേപോലെ വീണ്ടും നമ്മൾ അവഗണിക്കുകയാണ്. അവഗണിച്ചു കഴിഞ്ഞാൽ പിന്നെ മൂന്നാമതൊരാവശ്യം വന്നാൽ ആ വ്യക്തിയെ നമുക്ക് ചെല്ലാൻ പറ്റുമോ? ചെന്നാൽ തന്നെ ആ വ്യക്തി എന്തെങ്കിലും ഒരു സഹായം ചെയ്യുമോ? ആലോചിച്ച് നോക്കൂ. തിരിഞ്ഞു പോലും നോക്കില്ല, ഇവിടെ ഒന്നുമില്ല, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല, എനിക്ക് സാഹചര്യം മോശമാണ് എന്നൊക്കെ പറഞ്ഞ് അപ്പം തന്നെ നമ്മളെ അവിടുന്ന് ഓടിച്ചു വിടും, അല്ലേ? പക്ഷേ ഭഗവാൻ അപ്പോഴും മനുഷ്യരെ പോലെ മൂന്നാമത്തെ തവണയോ നാലാമത്തെ തവണയോ ഒന്നും നമ്മളെ ഓടിച്ചു വിടില്ല. കാരണം ഭഗവാൻ സ്നേഹസാഗരനാണ്. നമ്മൾ എത്ര അവഗണിച്ചാലും ഭഗവാന്റെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് നമ്മൾ പോയിട്ട് എത്രമാത്രം നമ്മൾ ഭഗവാനെ ഓർക്കാതെ നടന്നാലും അവഗണിച്ചിട്ട് നടന്നാലും ഭഗവാൻ വീണ്ടും എന്നെങ്കിലും ഇവൻ എൻ്റെ അടുക്ക വരും, അല്ലെ ഇവൾ എൻ്റെ അടുക്ക വരും എന്ന് കാത്തിരിക്കുകയാണ്. നമ്മൾ ആ ഭഗവാന്റെ അടുക്ക എന്തെങ്കിലും ഒരു ആവശ്യം കൊണ്ട് എപ്പോഴെങ്കിലും ചെല്ലുമെന്ന് കാത്തിരിക്കുകയാണ് ഭഗവാൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ, മനുഷ്യരും ഭഗവാനും തമ്മിലുള്ള വ്യത്യാസം. ഭഗവാൻ അത്ര സ്നേഹസാഗരനാണ്. അതാ ഞാൻ ഭഗവാന്റെ സ്നേഹം അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ അത് വിട്ടുകളയാൻ ആർക്കും തോന്നത്തില്ല. എനിക്ക് ഭഗവാന്റെ അനുഭവങ്ങളെക്കുറിച്ചും എനിക്ക് ഭഗവാൻ തരുന്ന അനുഗ്രഹങ്ങൾ, എനിക്ക് തരുന്ന കരുതലിനെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ തന്നെ എൻ്റെ ഹൃദയമൊക്കെ അങ്ങ് വേദന കൊണ്ടങ്ങ് നിറയും. അതെന്ന് വെച്ചാൽ ആ ഭഗവാൻ എനിക്ക് ഇത്രയും സ്നേഹം തരുന്നല്ലോ. ഈ അഖിലാണ്ടകോടി ബ്രഹ്മാണ്ഡനാഥനായ ഭഗവാൻ, ഈ ബ്രഹ്മാണ്ഡങ്ങളെ മുഴുവൻ പരിപാലിക്കുന്നവൻ, ഞാൻ എവിടെയോ ഇരിക്കുന്ന ഒന്നുമല്ലാത്ത ഒരു ഏഴയായ ഒന്നുമല്ലാത്ത ഒരു പുൽക്കൊടിയുടെ വില പോലും ഇല്ലാത്ത എന്നെ പരിഗണിക്കുന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് ആ ഹൃദയം പൊട്ടുന്ന വേദന വരുന്നത്. ഭഗവാന്റെ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ എനിക്ക് വിഷമമായി പോകും. കാരണം അത്രയ്ക്കും സ്നേഹമുള്ളവനാണ്, അത്രയ്ക്കും കരുതലുള്ളവനാണ് നമ്മുടെ ഭഗവാൻ. ആ ഭഗവാന്റെ സ്നേഹം വെച്ച് നോക്കുമ്പോൾ, ആ കരുതൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനുഷ്യരിൽ നിന്ന് എന്ത് കിട്ടാനാണെന്ന് എനിക്ക് അതിശയം തോന്നിപ്പോകും. നമുക്ക് കിട്ടുന്നതൊക്കെ ദുഃഖമായിരിക്കും. അല്പസുഖം കിട്ടും, പിന്നെ കിട്ടുന്നതൊക്കെ ദുഃഖങ്ങൾ തന്നെയാണ്. നമ്മൾ ഏത് കാര്യങ്ങൾക്കും, ലൗകികമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള ഏത് കാര്യങ്ങൾക്കും നാം ഇറങ്ങിച്ചെല്ലുമ്പോൾ നാം കുറേ കൊടുത്താലേ നമുക്ക് അല്പമെങ്കിലും കിട്ടുകയുള്ളൂ. അത് എല്ലാ വ്യക്തിബന്ധങ്ങളുടെ കാര്യമായാലും നമ്മൾ ജോലി ചെയ്യുന്നു, നമ്മൾ ചെയ്യുന്ന ജോലിക്കനുസരിച്ചുള്ള സാലറി കിട്ടുന്നുണ്ടോ? ഓരോ വ്യക്തിക്കും കിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് ജോലിയായാലും മറ്റേതൊരു കാര്യങ്ങളായാലും കറക്റ്റായിട്ട് നമ്മളുടെ ഡെഡിക്കേഷൻ അനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ സ്നേഹം അനുസരിച്ച്, നമ്മുടെ കരുതലനുസരിച്ച് മറ്റുള്ളവരിൽ നിന്നും നമ്മുടെ സാഹചര്യങ്ങളിൽ നിന്നും നമുക്കൊന്നും കിട്ടില്ല. പക്ഷേ ഭഗവാനോട് സ്നേഹിക്കാൻ ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരിത്തിരി അങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഭഗവാനിൽ നിന്നൊരു ചാലാണ്, ഒരു ഒഴുക്കാണ്, സ്നേഹത്തിൻ്റെ ഒരു ഒഴുക്ക്, ഒരു മഹാപ്രവാഹമാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുകി വരുന്നത്. എന്ത് വന്നാലും, ഈ ദുഃഖം വന്നാലും സുഖം വന്നാലും, ഇതെനിക്ക് ഭഗവാൻ തന്നതല്ല, എനിക്കതെന്ത് വേണം, ഇതൊന്നും അറിയേണ്ട കാര്യമില്ല, ആ പ്രശ്നം ആ കാര്യം സാധിച്ചില്ലെങ്കിൽ എനിക്കെന്താ, എൻ്റെ കാര്യമൊന്നും അല്ലല്ലോ, ഞാൻ എപ്പോഴേ ഭഗവാന്റെ സ്വന്തമായി, ഭഗവാന് ആവശ്യമുണ്ടെങ്കിൽ സാധിക്കും, ഞാൻ എന്തിനു കിടന്ന് വിഷമിക്കുന്നു, ഈ ഒരു മെൻറ്റാലിറ്റി ആയിരിക്കണം എപ്പോഴും. ഞാൻ ഇങ്ങനെ തന്നെയുള്ളൂ, ഞാൻ എന്ത് വന്നാലും വന്നില്ലേലും അത് ഭഗവാനാണ് വരുത്തിയത്, അല്ലെ വന്നില്ലെങ്കിൽ തന്നതും തരാത്തതും എല്ലാം ഭഗവാന്റെ ഇച്ഛ തന്നെയാണ്. പിന്നെ ഞാൻ എന്ന് പറയുന്ന സംഭവം എന്തിനാ കിടന്ന് വിഷമിക്കുന്നത്? ഞാൻ തന്നെ ഭഗവാന്റെയാണ്. അപ്പോൾ ഭഗവാൻ തരുന്നതൊക്കെ നമ്മൾ അനുഭവിക്കുന്നു, തരാത്തതൊക്കെ നമ്മൾ അതുമായിട്ട് ഒരു ബന്ധമുള്ളത് കൊണ്ടാണ്, ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചിരിക്കുന്നത് കൊണ്ടാണ് അത് കിട്ടാതെ വരുമ്പോൾ അതുമായിട്ടൊരു വേദന. ഒരു വ്യക്തിയുമായിട്ടൊരു
ഒരു ഒരു നമ്മളിൽ ഉള്ളിലൊരു അടുപ്പം വെച്ചിരിക്കുന്നത് കൊണ്ടാണ് അവർ ആയിട്ട് സംസാരിച്ചാലേ അല്ലെങ്കിൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താലേ കണ്ടാലേ സന്തോഷം കിട്ടൂ എന്ന് നമ്മൾ തന്നെയാണ് പിടിച്ചു വെച്ചിരിക്കുന്നത്. ഓരോരുത്തരുടെയും ഉള്ളിൽ നമ്മൾ പിടിച്ചു വെച്ചിരിക്കുന്നതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് കെട്ട് അഴിച്ചു വിടൂ. അങ്ങനെ കെട്ട് ഓരോന്നോരോന്ന് അയഞ്ഞഴിഞ്ഞ് പോയി കഴിയുമ്പോൾ നമുക്ക് തോന്നും അയ്യോ ഇത്ര ഈസിയാണ്, ഇത്രയും വലിയ ജീവിതം കഷ്ടപ്പാടെന്നൊക്കെ പറയുന്നത് എത്ര ലാഘവമാണ്, എന്താണിത്? നമുക്ക് തന്നെ ഒരു വ്യത്യാസം വരും. ഭാഗവതത്തിൽ വത്സസ്തയം അതിൻ്റെ അവസാന ഭാഗം, വനക്രീഡയ്ക്ക് തൊട്ട് മുമ്പുള്ള ഭാഗം, അതിൽ എഴുത്തച്ഛൻ ഭഗവാനെക്കുറിച്ച് ഇങ്ങനെ മാഹാത്മ്യം ഇങ്ങനെ പറഞ്ഞ് വരികയാണ്. ബ്രഹ്മദേവനും ഭഗവാനും ഒക്കെ ആയിട്ടുള്ള ബ്രഹ്മദേവനെ ഭഗവാൻ അനുഗ്രഹിച്ച് സ്വസ്ഥമായി പോയി തൻ്റെ കർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ചിട്ട് പാർവതി ദേവിയുമായി പോയി സമാധാനമായിട്ടിരുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തോളൂ, സൃഷ്ടാവെ അങ്ങയുടെ ആഗ്രഹം പോലെ എല്ലാം സാധിക്കുമെന്ന അനുഗ്രഹവും കൊടുക്കുകയാണ്. ഭഗവാനെ മായയിൽ മുക്കാൻ അല്ലെങ്കിൽ ഭഗവാൻ മായയിൽ മുങ്ങിപ്പോയോ എന്നറിയാൻ വേണ്ടി ഭഗവാന് ഒരു പരീക്ഷണം കൊടുത്തപ്പോൾ ഭഗവാൻ മറ്റൊരു കളിയിലൂടെ ബ്രഹ്മദേവനെ തോൽപ്പിച്ചു. അപ്പോൾ ആ ബ്രഹ്മദേവന് പോലും കുട്ടിയായ ഞാൻ വൈകുന്നേരം വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ കൂടെ പറഞ്ഞു വിട്ട ബാലന്മാരെയും ആ പശുക്കുട്ടികളെയും കന്നുകളെയും ഒക്കെ കണ്ടില്ലെങ്കിൽ എന്നെ അമ്മ കെട്ടിയിട്ട് തല്ലുന്നത് കാണാൻ വേണ്ടിയല്ലേ എന്നിങ്ങനെ ബ്രഹ്മദേവനോട് ചോദിക്കും. ഈ കളിയൊക്കെ കളിച്ചത് എന്നെ തല്ലിയെല്ലാം വേദനിപ്പിക്കുന്ന കണ്ട് സന്തോഷിക്കണം അല്ലേ എന്ന് ഭഗവാൻ എത്ര നിഷ്കളങ്കനായിട്ടാണ് ചോദിക്കുന്നത് ബ്രഹ്മദേവനോട്. അപ്പോൾ ഭഗവാന് വലിയൊരു പണി കൊടുത്ത ബ്രഹ്മദേവനെ പോലും അങ്ങയുടെ ഇച്ഛയ്ക്ക് എന്താണോ അങ്ങയുടെ ആഗ്രഹം അതനുസരിച്ച് എല്ലാം സംഭവിക്കും, പോയി സമാധാനമായിട്ട് സൃഷ്ടിവേല ചെയ്താലും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു വിടുകയാണ്. ഭഗവാന് പരീക്ഷണം കൊടുത്ത ആളിനെ പോലും. നമ്മളാരും ഭഗവാനെ പരീക്ഷിക്കാൻ പോകുന്നില്ലല്ലോ. നമ്മൾ ഭഗവാന്റെ മുന്നിൽ ഒരു പൂജാപുഷ്പം പോലെ എപ്പോഴും പ്രാർത്ഥനയോട് ഇരിക്കുന്നവരല്ലേ. അപ്പോൾ നമ്മളെ പിന്നെ എന്തുകൊണ്ടാണ് ഭഗവാൻ അനുഗ്രഹിക്കത്തില്ല എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ്? അതിൽ ആ വത്സസ്തയത്തിൽ ലാസ്റ്റ് ഭാഗത്തിൽ ഭഗവാന്റെ ഈ അനുഗ്രഹമൊക്കെ കണ്ടിട്ട്, ഭഗവാന്റെ സ്നേഹം കണ്ടിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കാൻ നിൽക്കുന്ന ശത്രുവിനെയും മിത്രത്തിനെയും ഒരുപോലെയല്ലേ ഭഗവാൻ അനുഗ്രഹിക്കുന്നേ? ആ അനുഗ്രഹിക്കാൻ നിൽക്കുന്ന ഭഗവാന്റെ ആ പ്രേമസ്വരൂപനായ ഭഗവാന്റെ അനുഗ്രഹങ്ങൾ കണ്ടിട്ട് എഴുത്തച്ഛൻ്റെ ഭക്തിയുടെ പാരമ്യതയിൽ എഴുത്തച്ഛൻ ഇങ്ങനെ വർണ്ണിച്ച് ഭഗവാനെ വർണ്ണിക്കുകയാണ്. അതാ ഓരോ ഭാഗത്തും എഴുത്തച്ഛൻ സ്വയം ഭഗവാനുമായിട്ട് അങ്ങ് ചേരുന്ന ഭാഗങ്ങളുണ്ട്. അതാണ് എഴുത്തച്ഛൻ എന്ന് പറയുന്ന ആ മഹാനായിട്ടുള്ള ആ ഒരു ഗന്ധർവനായ ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു കവിയാണോ എന്ന് തോന്നിപ്പോകും. ഒരു ആത്മബോധത്തിലെത്തിയ ഒരു മുമുക്ഷുവായി തീർന്ന ആ എഴുത്തച്ഛൻ അദ്ദേഹത്തിൻ്റെ ഭക്തിയുടെ ഒരു പാരമ്യതയിൽ അദ്ദേഹം ഇങ്ങനെ ഭഗവാനോടങ്ങ് സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. പലയിടത്തും സ്തുതിച്ച് ഭഗവാനെ ഇരിക്കുകയാണ്. രാമായണത്തിലും അതുപോലെ തന്നെ കാണാം. അപ്പോൾ അതിൽ പറയുന്നുണ്ട്, ഈ ഭഗവാനോടുള്ള ആ ഭക്തി കൈവശം ഇരിക്കുന്നവർക്ക് ഈ സംസാര സാഗരം, ഈ സംസാര അബ്ദി, ഈ സമുദ്രം ഒരു കറ്റുകാൽ കുളമ്പ് പോലെ, ഒരു കന്നിൻ കിടാവിൻ്റെ, ഒരു കന്നുകുട്ടിയുടെ, ഒരു പശുക്കുട്ടിയുടെ, ഒരു കാളക്കുട്ടിയുടെ ഒക്കെ ഒരു കുളമ്പടിയുടെ വലിപ്പത്തിൽ ഇത് ചാടിക്കടന്നു പോകാം ഈ മഹാസംസാര സാഗരമെന്ന്. ഭഗവാനെ സ്വപ്നത്തിൽ പോലും ദർശിക്കാത്തവർക്ക് ഇത് മഹാസാഗരമായി, ഇത് ഭയങ്കരമായ ഒരു വൈതരണിയായി ഇങ്ങനെ കിടക്കും എന്ന് എഴുത്തച്ഛൻ പറയുന്നു. അസത്യമല്ലേ? ഭഗവാന്റെ സ്മൃതിയില്ലാതെ, സ്വപ്നത്തിൽ പോലും ഭഗവാനെ ഓർക്കാതെ, എന്നുവെച്ചാൽ ഒരു നേരമെങ്കിലും ഉണർവിലുമില്ല, ജാഗ്രതയിലുമില്ല, സ്വപ്നത്തിലുമില്ല, എവിടെയും ഭഗവാനില്ല ജീവിതത്തിൽ. മനുഷ്യർ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ശരണം. അങ്ങനെ കഴിയുന്നവർക്കല്ലേ തീരാ ദുരിതങ്ങളും ദുഃഖങ്ങളും. സമൂഹത്തിലേക്ക് ശ്രദ്ധിക്കൂ. ഞാനീ പറയുന്നത് ശരിയല്ലേ? ഞാനല്ല പറയുന്നത്, എഴുത്തച്ഛൻ പറഞ്ഞത് ഞാനങ്ങ് പറയുകയാണ്. അങ്ങനെ ആ ഭവാബ്ദിയാകുന്ന ആ ജീവിതസാഗരം കടന്നു പോകുവാൻ ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ, ഭഗവാനോട് സംഘം ചേർന്നവർക്ക് ഒരു ചെറിയ പശുക്കുട്ടിയുടെ കുളമ്പിന്റെ വലിപ്പത്തിൽ ഇങ്ങനെ നമുക്കത് ചാടിക്കടന്നു പോകാം. അത്രയേ ഉള്ളൂ. അത്ര ചെറുതാണ് ഈ സംസാര സാഗരമെന്ന്, അത്ര ലളിതമാണ്. എന്നാൽ ഭഗവാനെ ഒരിക്കൽ പോലും ഓർക്കാത്തത്, സ്വപ്നത്തിൽ പോലും ഓർക്കാത്തവർക്ക് ഇതൊരു മഹാസാഗരം തന്നെയാണ്.
വലിയ വലിയ വിഷജീവികളും അപകടങ്ങളും പതിഞ്ഞിരിക്കുന്ന മഹാസാഗരം തന്നെയായിട്ട് ഈ ജീവിതം മാറും. ഭഗവാനെ ഓർക്കാത്തവർക്കാണ് നിത്യേന രോഗങ്ങളും ദുരിതങ്ങളും അപകടങ്ങളും ജീവിതത്തിൽ നിരന്തരം നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങൾ. ഭഗവാന്റെ ഒരു സാന്നിധ്യമില്ല, അങ്ങനെയുള്ളവർക്കാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഭഗവാന്റെ സാന്നിധ്യം എങ്ങനെ ഉണ്ടാകണം? ഒരിക്കലെങ്കിലും ഭഗവാന്റെ സ്നേഹം അനുഭവിക്കണം. ഒരിക്കലെങ്കിലും ഭഗവാന്റെ സ്നേഹം അനുഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരിക്കലെങ്കിലും ഭഗവാനെ ഒന്നറിയണം. ഒരിക്കലെങ്കിലും ആ പത്മപാദങ്ങളിൽ ചെന്നൊന്ന് വീഴണം. അതിന് എത്രയെത്ര ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായാലും അത് ഞാനോ അല്ലെ ഞങ്ങളെല്ലാവരോടും അങ്ങ് ഡീല് ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നവർക്കാണ് ഒരിക്കലും ഒരു പ്രാവശ്യമെങ്കിലും ഭഗവാന്റെ അനുഭവം ഇല്ലാത്തത്. ഞങ്ങൾ തന്നെത്താൻ കൈകാര്യം ചെയ്യും. അല്ലെങ്കിൽ എവിടെ ചെന്നാലാണ് വല്ല ജ്യോത്സ്യന്മാരുടെ അടുക്കൽ ചെന്നിട്ടോ അല്ലെ വല്ല ക്ഷേത്രങ്ങളിൽ ചെന്നിട്ട് അത് ചെയ്യൂ ഇത് ചെയ്യൂ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വരുമ്പോഴും തഥൈവ. അപ്പോൾ ഇതിനൊന്നും പോകാതെ ഒരു പ്രശ്നം വന്നാൽ അതിൽ മനസ്സോടി എത്തേണ്ടത് ആ പ്രശ്നം എനിക്ക് ഭഗവാനിലേക്ക് അടുക്കുവാനുള്ള ഒരു സാഹചര്യം ഭഗവാൻ എനിക്കൊരു പരീക്ഷണം തന്നാണ്. ഈ പരീക്ഷയിൽ ഞാൻ ഫുൾ മാർക്ക് വാങ്ങും എന്ന ചിന്തയോടുകൂടി ഭഗവാന്റെ ഏതെങ്കിലുമൊക്കെ നാമജപങ്ങളിലൂടെ ഭഗവാനെ കയറി കടന്ന് പിടിച്ചിരിക്കണം. എനിക്ക് എന്ത് പരീക്ഷ തന്നാലും ഞാനതിൽ വിജയിക്കുക തന്നെ ചെയ്യും, തളർന്നു പോവുകയില്ല. അപ്പോൾ ഈ ഭഗവാനുമായിട്ട് ബന്ധമില്ലാത്തവരുടെ കാര്യമാണ് എഴുത്തച്ഛൻ പറഞ്ഞതും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നാൽ ഭഗവാനെ ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ, അവരുടെ ഉള്ളിലെങ്ങും ഭഗവാനില്ല. അതുകൊണ്ട് അവർ നിരന്തരം ഓരോ പ്രശ്നങ്ങളിലും ജീവിതത്തിൻ്റെ പലതരത്തിലുള്ള ദുരിതങ്ങളിൽ പെട്ടുഴലും. കണ്ടിട്ടില്ലേ ചില വീടുകളിലെ ദുരിതങ്ങൾ വിട്ടൊഴിയാതെ, ദുഃഖങ്ങൾ വിട്ടൊഴിയാതെ, പ്രശ്നങ്ങൾ വിട്ടൊഴിയാത്ത ജീവിതങ്ങളുണ്ട്. അതുപോലെ തന്നെ ഭക്തരായിട്ടുള്ള മനുഷ്യരെ വേദനിപ്പിക്കുക, അങ്ങനെയുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കുകയും അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ അവരുടെ ചെയ്യുന്നവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു ഗതി കിട്ടുകയില്ല. വാക്കുപോലും ഉപയോഗിക്കാൻ പാടില്ല. എങ്കിലും ഞാനങ്ങ് പറയുകയാണ്, അങ്ങനെ ഒരു രക്ഷ കിട്ടത്തില്ല. നമ്മൾ ആർക്കെങ്കിലും ഒരു മനസ്സുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു ദ്രോഹം നമ്മളാൽ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊരു ഭഗവത് ഭക്തനോടാണെങ്കിൽ, ഒരു ഭക്തയോടാണെങ്കിൽ ഭഗവാന്റെ മുമ്പിൽ ചെന്ന് സാഷ്ടാംഗം മാപ്പ് പറഞ്ഞ് അതിൽ നിന്നൊരു രക്ഷ നേടാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മറ്റുള്ളവരുടെയൊക്കെ മനസ്സ് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അവരുടെയൊക്കെ മനസ്സ് നാം വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലുമൊക്കെ തരത്തിൽ ആ ബന്ധങ്ങൾ, മനസ്സുമായിട്ടുള്ള ആ ബന്ധങ്ങൾ പരസ്പരം കിടക്കുന്നുണ്ടെങ്കിൽ അതും നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ഉയർച്ചയെ പിന്നോട്ട് വലിക്കും. അതാണ് പറയുന്നത്, എല്ലാവരിൽ നിന്നും വിട്ട് ഓരോരുത്തരിൽ നിന്നുള്ള ആ ഒരു ചരടുണ്ട്, നമ്മളിലേക്ക് വരുന്ന ചരടുകൾ. അത് ആവശ്യമില്ലാത്ത ചരടുകളൊക്കെ പൊട്ടിച്ച് അഴിച്ചു വിടണം. പൊട്ടിച്ചു വിടരുത്. പൊട്ടിച്ചു വിട്ടാൽ അതിൻ്റെ അറ്റം നമ്മുടെ ഉള്ളിലും ഇരിക്കും, അവരുടെ ഉള്ളിലും ഇരിക്കും. നമ്മൾ അഴിച്ചു വിടുകയാണ് ചെയ്യേണ്ടത്. മുഴുവനായിട്ട് അഴിച്ചു വിടുക തന്നെ ചെയ്യണം. അങ്ങനെ വിടുമ്പോഴാണ് സ്വാതന്ത്ര്യം ഉണ്ടാകുന്നത്, സന്തോഷം ഉണ്ടാകുന്നത്, സമാധാനം ഉണ്ടാകുന്നത്. വളരെ ലളിതമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇത്ര ലളിതമായിരുന്നു നിത്യജീവിതം എന്ന് തോന്നുന്നു. അതാണ് എഴുത്തച്ഛൻ പറഞ്ഞത്, സംസാരസാഗരം വളരെ ഒരു കറ്റുകാൽ കുളമ്പ് പോലെ ഈസി ആയിട്ട് കടന്നു പോകാം എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറയാൻ വന്ന മന്ത്രം എന്തായിരുന്നു? നമുക്കെല്ലാവരും, ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്, ഓരോ ദിവസവും ഭഗവാനെ ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു നാമം കൊണ്ട് പ്രാർത്ഥിക്കുക. ഒരുപാട് ജീവിത പ്രശ്നങ്ങളുള്ളവർ ഏത് മന്ത്രം ചൊല്ലണമെന്നായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഓം കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഓം കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഓം കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഈ മന്ത്രം ജീവിത ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നവർ ജപിക്കുക. ഇന്ന് മന്ത്രം ജപിക്കുക. നാളെയും എല്ലാ ദിവസവും ജപിക്കുക. എല്ലാ ദിവസവും ഞാൻ ഓർമ്മിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരു മന്ത്രം നിത്യേന ജപിക്കണം. മറ്റൊന്ന്, ഓം ദേവകീനന്ദനായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ കൃഷ്ണ പ്രചോദയാത്. ഓം ദേവകീനന്ദനായ വിദ്മഹേ വാസുദേവായ ധീമഹി
തന്നോ കൃഷ്ണ പ്രചോദയാത്. ഓം ദേവകീനന്ദനായ വിദ്മഹേ വാസുദേവായ ധീമഹി തന്നോ കൃഷ്ണ പ്രചോദയാത്. ഇതും ജപിക്കാം. അപ്പോൾ ഈ കൃഷ്ണ ഗായത്രിയാണിത്. ഈ മന്ത്രങ്ങളിൽ ഏതെങ്കിലും നിത്യേന ജപിക്കൂ. നിത്യേന നമ്മുടെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു നെഗറ്റീവ് ഫോഴ്സ് ആയിരിക്കും മിക്കപ്പോഴും കടന്നു വരുന്നത്. അപ്പോൾ അതിനെ ഇങ്ങോട്ട് കടത്തി വിടാതിരിക്കാൻ വേണ്ടി നാം ചെയ്യേണ്ട മന്ത്രങ്ങളാണ്. നമ്മൾ ആ വാതിൽ അടയ്ക്കുന്ന മന്ത്രമാണ്. ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു നാമം നാം നിത്യേന ജപിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ നെഗറ്റീവ് ഫോഴ്സിനെ അത് ക്രമേണ അത് അകന്നു പോവുകയും അവിടെ ക്ലോസ്ഡ് ആവുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഇതൊരു അഭ്യർത്ഥനയായിട്ടെടുത്ത് നിത്യവും നാമം ജപിക്കുക. ഏതെങ്കിലും ഇഷ്ടമുള്ള ഈ 2 മന്ത്രങ്ങൾ ഞാൻ പറഞ്ഞെങ്കിലും ഇഷ്ടമുള്ള നാമം ഏതെങ്കിലുമൊക്കെ നിത്യേന പരമാവധി സമയം ജപിച്ചുകൊണ്ടിരിക്കുക. ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അത്ഭുതകരമായ മാറ്റങ്ങൾ അവനവന് തന്നെ അനുഭവിക്കാം. ആ മാറ്റങ്ങൾ എനിക്കും കമന്റ് ചെയ്യുക. എല്ലാ കാര്യങ്ങളും ഭഗവാൻ സാധിക്കാതെ ഇരിക്കുവാൻ ഭഗവാൻ നമ്മെ ആരെയും അറിയാത്ത ആളല്ല. നമ്മയെല്ലാം ഭഗവാൻ നേരത്തെ അറിഞ്ഞിരിക്കുന്നു, കണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു സത്സംഗത്തിലേക്ക് നാം കടന്നു വന്നത് തന്നെ. അപ്പോൾ ഏത് കാര്യങ്ങളുണ്ടെങ്കിലും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഭഗവാന്റെ മുന്നിലേക്ക് വെക്കുക. ഒന്ന് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുക. ഭഗവാനെ എനിക്ക് ആശ്രയമുള്ളൂ എന്ന് അവിടെ ശരണാഗതി അടയുക. മനുഷ്യരെ ആശ്രയിക്കാതെ ഭഗവാനെ ആശ്രയിക്കുക. ജീവിത വിജയം ഉറപ്പാണ്. അപ്പോൾ എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.